ഒരുപാട് കാലമായി കേൾക്കുന്നുണ്ട്, ലോകം അവസാനിക്കും. അതിന് മതങ്ങൾ പറയുന്നുണ്ട്, പ്രളയം വരും, തീമഴ പെയ്യും, ഇതൊക്കെ പറയുന്നു. പിന്നെ 2013 മറ്റോ ലോകം അവസാനിക്കുമെന്ന് കേട്ടിരുന്നു. ഓരോരുത്തരുടെ പ്രവചനങ്ങളുണ്ട് ലോകം ഇങ്ങനെ അവസാനിക്കും എന്നുള്ളത്. ശാസ്ത്രം പറയുന്നുണ്ട് ഒരു ദിവസം സൂര്യനകത്തുള്ള ഹൈഡ്രജനും ഹീലിയവും ഒക്കെ കത്തിയിട്ടാണല്ലോ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുന്നത്. ഒരു ദിവസം സൂര്യൻ അണഞ്ഞു പോകും. അതിന് 5000 കോടി വർഷം മറ്റോ വേണം. ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, കൃത്യമാവണമെന്നില്ല. അങ്ങനെ സൂര്യൻ അണഞ്ഞു പോയാൽ ഭൂമി അവസാനിക്കും. അതല്ലാതെ ലോകാവസാനം എന്ന് പറയുന്ന ഒരു സംഗതി സമീപകാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടാവുമോ? സമീപകാലത്തൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആലോചിക്കാനേ വയ്യ. വല്ല 2 ബില്യൺ 3 ബില്യൺ ഇല്ലെങ്കിൽ ട്രില്യൺ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ലോകത്ത് പെട്ടെന്നൊരു ന്യൂക്ലിയർ വാർ ഉണ്ടായാലോ, ലോകമഹായുദ്ധം? അപ്പോൾ അത് ഈ ശാസ്ത്രം കണക്കിലെടുക്കുന്നില്ല. കാരണം ശാസ്ത്രം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധ്യതയുണ്ടല്ലോ. അതായത് ശാസ്ത്രം ആ മാൻമെയ്ഡ് ദുരന്തങ്ങൾ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? ഭൂമി അടക്കി വാണ ദിനോസോറുകൾ വളരെ പെട്ടെന്നാണ് ഇല്ലാണ്ടായത്. അതെ, ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന്റെ റിവേഴ്സ് പ്രോസസ്, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ബിഗ് ബാങ് തിയറി ആണല്ലോ ഭൂമി ഉണ്ടായത്, മഹാസ്ഫോടന സിദ്ധാന്തം. അതല്ലാതെ ഈ നോസ്ട്രഡാമസ് പറഞ്ഞു, മറ്റേ ജോത്സ്യൻ പറഞ്ഞു, ആ രീതിയിൽ അവർ കണക്കെടുക്കുന്നില്ല. ന്യൂക്ലിയർ വാർ കണക്കെടുക്കുന്നത് നമ്മളൊരു ചർച്ച നേരത്തെ നടത്തിയിരുന്നു. ആ ന്യൂക്ലിയർ ക്ലോക്കിൻ്റെത് നമ്മൾ പറഞ്ഞിരുന്നതാണ് ചെയ്യുന്നത്. ഇത് ബിഗ് ക്രഞ്ച് തിയറി, ബിഗ് ബാങ് തിയറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു പിണ്ഡം ഉണ്ടായിരുന്നു. ഇത് വലിയ ശക്തിയിൽ പൊട്ടിത്തെറിച്ച് അങ്ങനെ ചെതറിപ്പോയി. ഇപ്പോഴും ആ പൊട്ടിത്തെറിയുടെ ആഘാതം കൊണ്ട് ഗാലക്സികൾ ഓടി 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 അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ബിഗ് ബാങ് തിയറിയുടെ ഫലം. അത് മഹാസ്ഫോടനം നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞർ ഹബിൾ ടെലസ്കോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗാലക്സികൾ ഓടിപ്പോവുകയാണ്. ഗാലക്സികൾ, നക്ഷത്രങ്ങളല്ല. അപ്പോൾ ഇതിന് അകന്നു പോകുന്നത് ആ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൻ്റെ ഫോഴ്സ് ഇപ്പോഴും ശമിക്കാത്തത് കൊണ്ടാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഗാലക്സികൾ അകലുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിന് ഞാൻ പഠിക്കുമ്പോൾ ഒരു കാര്യോട് പറയാം. ഈ ഒരു ഉദാഹരണം പഠിക്കുമ്പോഴല്ല, നമ്മൾ ഇടയ്ക്ക് വേറെ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ബലൂൺ എടുക്കുന്നു. ബലൂൺ വീർപ്പിക്കാതിരിക്കുമ്പോൾ ബലൂണിൻ്റെ പുറത്ത് നമ്മൾ മഷി കൊണ്ട്, സ്കെച്ച് പെന്ന് കൊണ്ട്, വെളുത്ത ബലൂൺ, അതിന് ചുവപ്പോ നീലയോ നിറത്തിലുള്ള കുത്തുകളിടുന്നു. എന്നിട്ട് ബലൂൺ വീർപ്പിക്കുമ്പോൾ അടുത്തടുത്തുണ്ടായിരുന്ന കുത്തുകൾ അകന്നു പോകും. അതായത് അതുപോലെയാണ് മഹാസ്ഫോടനം നടന്നു ഈ കുത്തുകൾ, ഗാലക്സികൾ അകന്നു പോകുന്നത് എന്നൊക്കെ പറയുന്നത് ഓർമ്മ എനിക്കുണ്ട്. ഗാലക്സികൾ ഒരു ക്ഷീരപഥം അല്ലെ, നക്ഷത്രപഥം എന്നല്ലേ പറയുന്നത് ഗാലക്സി. അവ തമ്മിലുള്ള അകലം വല്ലാതെ കൂടുന്നുണ്ട്, അകന്നു പോകുന്നുണ്ട്, പരസ്പരം അകന്നു പോകുന്നുണ്ട്. സുനിൽ അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ബിഗ് ബാങ്ങിന്റെ ആ ഫോഴ്സ് കൊണ്ടാണെന്ന്. ഞാൻ ഈ പണ്ട് ഈ പഠിക്കുന്ന സമയത്തൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുമ്പോൾ ക്യാമ്പുകളിൽ പോകും. അന്ന് അവർ ഇതൊക്കെ വിശദീകരിച്ചിരും. ഇങ്ങനെ മഹാസ്ഫോടനം എന്താണ്, ചാർട്ടൊക്കെ വെച്ചിട്ട് സ്ലൈഡൊക്കെ കാണിച്ചിട്ട്. പക്ഷെ അകന്നു പോകുന്നതിൻ്റെ കാരണം അതല്ല എന്നുള്ളതാണ് ഈ ക്രഞ്ച് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന. അത് ക്രഞ്ച് തിയറി ബിഗ് ബാങ് തിയറിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കില്ല ഇവർ പറയുന്ന കാരണം. അപ്പോൾ അത് ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ക്ഷീരപഥങ്ങൾ അകന്നു പോകുന്നതെന്നാണ് ഈ തിയറിയിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ രാത്രി കുറേ നക്ഷത്രങ്ങൾ, ചില ഗ്രഹങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, കുറേ മേഘങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതല്ലാതെ ഒരു സ്പേസ് ഇല്ലേ, ഈ ആകാശം എന്ന് പറയുന്നൊരു വലിയ സ്പേസ്, ഈ പറഞ്ഞ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്നും ഇല്ലാത്ത വലിയൊരു സ്പേസ് ഇല്ലേ? ഉണ്ട്. അതെന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ആലോചനകളൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. അതാണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കാണാത്ത ഡാർക്ക്, അതിൻ്റെ എനർജിയാണ് നമ്മൾ കാണാത്ത ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. അത് കാരണമാണ് അത് വികസിക്കുന്നുണ്ട്. അത് കാരണമാണ് ഈ ക്ഷീരപഥങ്ങൾ അകന്നു പോകുന്നതെന്നാണ് ഈ തിയറിക്കാർ പറയുന്നത്. അന്ന് ഈ ശാസ്ത്ര ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ ചോദ്യം വന്നു. ഈ ക്ഷീരപഥങ്ങൾ, ഗാലക്സികൾ ഇങ്ങനെ അതിവേഗത്തിൽ ഓടി 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 അകന്നു പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണ് പോകുന്നത്? ഉത്തരവില്ല. ഈ വലിപ്പം കൂടുന്ന പരിപാടിയില്ലേ പ്രപഞ്ചത്തിന്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പ്രപഞ്ചം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം വലുതായിക്കൊണ്ടിരിക്കുന്നതാണോ
പ്രപഞ്ചം വലുതായി തന്നെ അവിടെയുണ്ട്. അവിടേക്ക് വലുതായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ ഉണ്ട്. നേരത്തെ വലുത് തന്നെയായിരുന്നു, അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം. അതായത് അനന്തത എന്ന് പറഞ്ഞൊരു ആശയമുണ്ട്. അനന്തം അജ്ഞാതം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന അതിലെങ്ങാണ്ടിരിക്കുന്ന ഈ മൂടൻ കണ്ടു, നമ്മൾ കഥ എന്ത് കണ്ടു, അങ്ങനെ എല്ലാ വരികൾ ഞാൻ അങ്ങനെ ആക്കിയതാണ്. അതെ, നമ്മളുടെ ഇത് ഭാരതീയമായ കാര്യമല്ലല്ലോ ഞാൻ പറയുന്നത്. ഈ ഭാരതീയമായ കാര്യത്തിൽ അനന്തത എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് നമുക്ക്. അനന്തത എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് എന്താണെന്ന് അറിയില്ലല്ലോ. ആ അനന്തതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം എന്ന് പറയാം, ഈ വലുതാകും തോറും. അപ്പോൾ ഒരു ദിവസം ഈ വലുതാകുന്നത് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അത് ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സിലേക്ക് വരും. ഒരു കണത്തിൽ നിന്ന് തുടങ്ങിയെന്ന് നേരത്തെ സുനിൽ പറഞ്ഞില്ലേ, ഈ കണത്തിലേക്ക് ഇത് ചുരുങ്ങി വരും. അങ്ങനെ ചുരുങ്ങി വരുന്നു. വലുതാകും തോറും തണുപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം വലുതാകും തോറും, ചുരുങ്ങും തോറും താപം ചൂട് കൂടും. അപ്പോൾ തുടങ്ങിയിടത്തേക്ക് അത് വരും. ഈ ചൂട് കൂടി ചെറിയ കണം എന്നുള്ള സ്ഥാനത്തേക്ക് ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ തന്നിലേക്ക് ഇങ്ങനെ ചുരുങ്ങി 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 കാണാൻ പറ്റാത്ത തരത്തിലേക്ക് ചുരുങ്ങി പോകുന്നതിനാണ് ഇപ്പൊ തന്നെ ബ്ലാക്ക് ഹോൾസ് തമോദ്വാരം എന്ന് പറയുന്നത്. ആ ബ്ലാക്ക് ഹോൾസുമായിട്ടുള്ള ബന്ധമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ചുരുങ്ങുമ്പോൾ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കും. അതിന് നോവ എന്നും സൂപ്പർ നോവ എന്നും പറയും. അതിനുശേഷം അത് ബ്ലാക്ക് ഹോൾസ് ആയിട്ട് മാറും. അങ്ങനെ ഇത് ഏറ്റവും ചെറിയ കണമായി ചുരുങ്ങി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ, പിന്നെ ഇത് സംഭവിക്കും. അപ്പം വീണ്ടും ഒരു ബിഗ് ബാങ് ഉണ്ടാകാം എന്നാണ് തിയറി. വീണ്ടും മൗലിക കണത്തിലേക്ക് വന്നു. അതെ, അത് കഴിഞ്ഞ് വീണ്ടും ബിഗ് ബാങ്. അങ്ങനെ പല ബിഗ് ബാങ്ങുകളും ഉണ്ടായിരിക്കാം. നമ്മുടേതല്ലാത്ത പ്രപഞ്ചങ്ങളും ഒക്കെ ഉണ്ടാകാം. കുമിള പൊട്ടും പോലെ നമ്മുടേതുപോലെ പല പ്രപഞ്ചങ്ങളും ഉണ്ടാവാം. ഇത് ഉറപ്പാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞരും ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല സാർ. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മൾ ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയിലെ ഒരു നക്ഷത്രം, ഒരു ശരാശരി ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റി 9 എന്ന് പറഞ്ഞപ്പോൾ 7 അല്ലേ, 7 ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റുന്നു. പ്ലൂട്ടോയും ഒക്കെ പോയല്ലോ. അപ്പോൾ ഇടയ്ക്ക് 9 ആവും, നവഗ്രഹമാവും, ഇടയ്ക്ക് നവഗ്രഹങ്ങളല്ലാതാവും. അതുകൊണ്ട് ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റുന്നു. അത് ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയിൽ തന്നെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു ശരാശരി നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളിലൊന്നാണ് ഈ വാസയോഗ്യമായ ഭൂമി. ആകാശഗംഗയിൽ തന്നെ സൂര്യനെ പോലെയുള്ള എത്രയോ നക്ഷത്രങ്ങൾ കാണാം, എത്രയോ ഗ്രഹങ്ങളുണ്ടാവാം, അവിടെ തന്നെ എത്രയോ ജീവജാലങ്ങളുണ്ടാവാം. അത് പറയുമ്പോൾ ആകാശഗംഗ പോലെ കോടാനുകോടി ഗാലക്സികളുണ്ട്. ആ ഗാലക്സികളെല്ലാം കൂടി എത്ര നക്ഷത്രങ്ങളുണ്ടാവും? അവയിലെല്ലാം സൂര്യനെ പോലെയുള്ള ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അതല്ല, ഈ ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. മഹാസ്ഫോടനം വീണ്ടും ചുരുങ്ങി ചുരുങ്ങി വരാനുള്ള സാധ്യതയില്ല. ഇടിച്ചു നിന്നിട്ട് വലുതാവുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ചുരുങ്ങും എന്നുള്ളൊരു തിയറി ശരിയാകണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങുന്ന തരത്തിലുള്ളൊരു പ്രതിഭാസം ഇപ്പൊ കാണണമല്ലോ. അതില്ല എന്ന് മാത്രമല്ല, വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ സംഗതിയാണ് നടക്കുന്നത്. അതായത് ഈ വലിപ്പം കൂടുന്ന പ്രക്രിയ ഉണ്ടല്ലോ, വേഗത, അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യണ്ടേ ചുരുങ്ങാനുള്ള മട്ടുണ്ടെങ്കിൽ? ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചെറുതാകണ്ടേ? ഞാൻ പറയുന്നത് വെലോസിറ്റി കുറയണം. ഈ എതിർ ഭാഗം പറയുന്ന തിയറി അങ്ങനെയാണ്. എക്സ്പാൻഷൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ 70% ഊർജം എന്ന് പറയുന്നത് ഈ ഡാർക്ക് മാറ്റർ, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അതാണ്. ആ സ്പേസ് എന്ന് പറയുന്ന സംഭവമാണ്. അതാണ് വലിപ്പത്തിന് സഹായിക്കുന്നത്. അങ്ങനെ ഡാർക്ക് എനർജിയുടെ വലിപ്പം കൂടുമ്പോൾ ക്ഷീരപഥങ്ങൾ അകലുന്നു. അതുകൊണ്ട് ബിഗ് ക്രഞ്ച് എന്ന് പറയുന്ന സംഗതിക്ക്, ബിഗ് ക്രഞ്ച് വലിയ ചുരുങ്ങൽ, അതിന് സാധ്യതയില്ല എന്നാണ്. പിന്നെ വേറൊരു സാധ്യതയാകാം എന്ന് പറയുന്നുണ്ട്, ബിഗ് ഫ്രീസ്, വലിയ മരവിപ്പ്, തണുത്തുറഞ്ഞു പോലെ. തണുത്തുറഞ്ഞ് ചെറിയ കണമായി എല്ലാം കൂടി തീർന്ന് തണുപ്പിലേക്ക് ചുരുങ്ങുന്നൊരു പരിപാടി വരാം. വലിപ്പം വെച്ച് 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 തണുത്തുറഞ്ഞു പോകുന്ന പരിപാടി അങ്ങനെ വരാം.
മൊത്തം ചൂട് പോകുന്നു. ചൂടുള്ള ചെറുകണം ആകുന്നതിന് പകരം മരവിച്ച ഒരു പിണ്ഡമായി മാറുന്നു പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു തിയറി. ഈ തിയറികളൊന്നും ലോകത്തിന് നല്ലതല്ല. അത് സംഗതി ശരിയാണ്. ചുരുങ്ങി തീർന്നാലും തണുത്ത് ഉറഞ്ഞു തീർന്നാലും നല്ലതല്ല. ഇതെന്തായാലും ഈ ബില്യൺസ് ട്രില്യൺസ് ലോകം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് മാറ്റിക്കളയാനും ശാസ്ത്രത്തിന് ശ്രമിക്കാം. ആ ശ്രമവും നടക്കാം. അപ്പോൾ പ്രപഞ്ചം അങ്ങനെ മാറുകയാണെങ്കിൽ ജീവിതവും മാറാം. അടുത്ത തിയറിയാണ്. മരവിച്ച ലോകത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ടാകാം. അങ്ങനത്തെ ലോകത്തിൽ മരവിച്ചു പോകുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ദിനോസറുകളൊക്കെ ഇല്ലാതായ പോലെ. ദിനോസറുകളിലെ പക്ഷികളായി എന്നൊക്കെ പറയുന്നു. ചെറിയ ചെറിയ പക്ഷികളായതും ചിറക് വെച്ചതും. അപ്പോൾ പരീക്ഷണശാലയിൽ വേണമെങ്കിൽ പുതിയൊരു പ്രപഞ്ചം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ ചുരുങ്ങുന്ന ഭൂമിയിലേക്കുള്ള നിങ്ങൾക്കും എനിക്കുമൊക്കെ അങ്ങോട്ട് കയറിപ്പോവാം. നല്ല ഐഡിയയാണ്, നല്ല ആശയമാണ്. അങ്ങനെ ചെയ്യാം. അപ്പോൾ ബിഗ് ക്രഞ്ചിന് ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം. അങ്ങനെയും വരാം. ഈ ചുരുങ്ങി വരുമ്പോൾ പിന്നെ ഉള്ള ബിഗ് ബാങ്ങിൽ പല പ്രപഞ്ചങ്ങളും ഉണ്ടാകാം. ആ തിയറിക്ക് മൾട്ടിവേഴ്സ് തിയറി എന്ന് പറയും. മൾട്ടിവേഴ്സ് തിയറി ഇപ്പോഴത്തെ ലോകങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് എം തിയറി, സ്ട്രിങ് തിയറി എന്നൊക്കെ പറയുന്ന പോലെയുള്ള തിയറിയുടെ ഭാഗമാണ് മൾട്ടിവേഴ്സ്. ഇപ്പോൾ നമുക്ക് ത്രിമാനം വരെ കാണാൻ പറ്റുള്ളൂ, 3D വരെയുള്ളൂ. പക്ഷേ 11D വരെ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് 4Dയിൽ നമ്മുടെ തൊട്ടടുത്ത് 4th ഡയമെൻഷനിൽ ഒരു ലോകമുണ്ടെങ്കിൽ, അവിടെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണില്ല. ഭൂമിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില ആളുകളെ പെട്ടെന്ന് വാനിഷായി പോകും, കാണാനില്ല. അതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്ന ഒരു തിയറി, അവർ അടുത്ത ഡയമെൻഷനിലേക്ക് കയറിപ്പോയി, നമുക്ക് കാണാൻ പറ്റാവുന്നൊരു ലോകത്തേക്ക്. അതൊക്കെയാണ് നമ്മുടെ പഴയ യോഗിമാർക്കൊക്കെ കാണാമായിരുന്നു എന്ന് പറയുന്നത്. അവർ ആ വഴിക്കൊക്കെയാണ്. ഇപ്പോൾ ശങ്കരാചാര്യർ കാലടിയിൽ നിന്ന് നടന്ന് ഓരോ സ്ഥലത്തും എത്തി എന്ന് പറയില്ലേ, അതിൻ്റെ തിയറി ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ സഞ്ചാരം എന്ന് പറയുന്നത് പലപ്പോഴും മറ്റൊരു ഡയമെൻഷനിലും ആയിരുന്നിരിക്കാം എന്നൊരു തിയറി പറയുന്നുണ്ട്. ഈ തിയറി ആദ്യം 1922 റഷ്യൻ ഊർജതന്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്രീഡ്മാൻ ആണ് ആവിഷ്കരിച്ചത്. അത് സാന്ദ്രതയെ ആശ്രയിച്ചാണ് പ്രപഞ്ചം നിലനിൽക്കുക. സ്ഥിരമായിരിക്കില്ല പ്രപഞ്ചം. അത് ഒന്നുകിൽ വികസിക്കും അല്ലെങ്കിൽ ചുരുങ്ങും എന്ന് അയാൾ പറഞ്ഞു. ബ്ലാക്ക് ഹോൾ പോലെ എന്ന് പറഞ്ഞു, തമോഗർത്തം പോലെ. ബിഗ് ക്രഞ്ച് ഉണ്ടായാൽ അതിൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം നിറയും. മറ്റേ ബിഗ് ഹോൾ വലിച്ച് എടുക്കുന്നത് പോലെ തന്നെ, ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കുന്നത് പോലെ പോലും ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തു പോകില്ല. അതെ. അപ്പോൾ പ്രകാശം നിറയുമ്പോൾ ആ അവസാനം ഉണ്ടല്ലോ, നമ്മുടെ അന്ത്യശ്വാസം വലിക്കുന്ന പ്രപഞ്ചം, അതൊരു തീഗോളമായിട്ട് മാറും. അപ്പോൾ അനന്ത താപമായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ കാലവും ഉണ്ടാവില്ല, സ്ഥലവും ഉണ്ടാവില്ല. അതാണ് പ്രപഞ്ചം ഊർധ്വൻ വലിക്കുന്ന രംഗത്തിൻ്റെ ചിത്രീകരണമായിട്ട് വരുന്നത്. 2011 നൊബേൽ സമ്മാനം കൊടുത്തത് ഈ തിയറി ഉണ്ടല്ലോ, ഈ വികസിക്കുന്ന പരിപാടി, അത് അങ്ങനെ നിന്ന് പോവില്ല, ഇത് വികസിച്ചുകൊണ്ടേയിരിക്കും എന്ന് സ്ഥാപിച്ചവർക്കാണ് നൊബേൽ സമ്മാനം കൊടുത്തത്. ഊർജതന്ത്രം 2011. അപ്പോൾ ബിഗ് ക്രഞ്ചിന് ശേഷം ബിഗ് ബൗൺസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകാം എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. പ്രപഞ്ചം തീർന്ന ശേഷം ഒരു ചാട്ടം, അതൊരു ബിഗ് ബാങ്ങിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഐൻസ്റ്റീൻ കുറേ തിയറികളൊക്കെ ഉണ്ടായപ്പോൾ ദൈവവിശ്വാസിയായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് റിച്ചാർഡ് ബെന്റ്ലി ഒരു കത്തെഴുതിയിരുന്നു. അതിൽ ചോദിച്ചു, പ്രപഞ്ചം അനന്തമല്ല എന്ന് നിങ്ങൾക്ക് പറയാം, നക്ഷത്രങ്ങൾ പരസ്പരം ആകർഷിക്കുന്നുണ്ട്, അതും നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയെല്ലാം കൂടി ഒരു ബിന്ദുവിലേക്ക് വീഴാൻ സാധ്യതയില്ലേ, കൊളാപ്സ് എന്ന് പറഞ്ഞൊരു സാധ്യതയില്ലേ, ഒരു ചോദ്യം. പിന്നെ ചോദിച്ചു, പ്രപഞ്ചവും നക്ഷത്രവും അനന്തമാണെങ്കിൽ, ഇൻഫിനിറ്റ് ആണെങ്കിൽ, അനന്തമല്ലാത്ത ശക്തികൾ അവയെ ബാധിക്കില്ലേ? ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കൊളാപ്സ് വരില്ലേ ബാധിക്കുമ്പോൾ? ഇതിന് ബെന്റ്ലീസ് പാരഡോക്സ് എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പാരഡോക്സിന് ഒരു ഉത്തരവുള്ളത് എന്താണെന്ന് വെച്ചാൽ, നക്ഷത്രങ്ങൾ സ്ഥിരമായി ഒരിടത്തല്ല, നക്ഷത്രങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്
ഇന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷീരപഥങ്ങൾ തന്നെ അകന്നു പോകുന്നുണ്ടല്ലോ, അതും സഞ്ചാരത്തിന് തെളിവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിഗ് ക്രഞ്ച് തിയറിയെ പറ്റി വീണ്ടും റിപ്പോർട്ടുകൾ വായിക്കേണ്ടി വന്നതുകൊണ്ടാണ് നമ്മളിന്ന് ഇത് ചർച്ച ചെയ്യുന്നത്. നമുക്കത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ലോകത്ത് എന്ന് ആളുകളിലേക്ക് എത്തിക്കുക. നമ്മളുടെ എന്താ പറയുക, സങ്കല്പത്തിനും ചർച്ചകൾക്കും ഒക്കെ അപ്പുറത്ത് പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ സങ്കടം കൊണ്ടാണ് ഇതെങ്കിലും പറയണ്ടേ. അപ്പോൾ എന്തായാലും ഇത് വായിച്ചിട്ട് പ്രപഞ്ചം ചുരുങ്ങുമോ വികസിക്കുമോ, എന്തായാലും ഇപ്പോൾ എനിക്കെന്ത്, എൻ്റെ കാര്യം പണിക്ക് പോയാൽ കഞ്ഞി കുടിക്കാം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അങ്ങനത്തെ ആളുകൾ ധാരാളമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.